ഹായ് മകളെ, ഇന്ന് അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു ദിവസത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. മറ്റൊന്നല്ല, നിങ്ങൾക്കിപ്പോൾ ക്യാമറയുടെ മുന്നിൽ രണ്ട് പ്രമുഖരെ കാണാൻ പറ്റും അല്ലേ? അപ്പം ആരൊക്കെയാണെന്ന് അവരെന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. അതിൽ പൈസ സാറെ നിങ്ങൾക്ക് അറിയാൻ തോന്നില്ല. ഏത് സബ്ജക്റ്റാണ് സാറേ എടുക്കുന്നത്? സോ മറ്റൊന്നുമല്ല, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം, അതായത് ഇപ്പൊ കഴിഞ്ഞ SSLC ബാച്ചിലാണ് ആദ്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് മാറുന്നത്. എക്സ്പെരിമെന്റൽ ബാച്ച് എന്നൊക്കെ പറയപ്പെടുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട ഒരു ബാച്ചും കൂടിയാണ് അവർ. നമ്മുടെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്ത് ആദ്യം മുതലേ ഏത് സമയത്തായിരുന്നു നമ്മൾ അസ്ത്ര ബാച്ച് കേൾക്കുന്നത്? സ്റ്റാർട്ടിങ് ഫസ്റ്റ് ബാച്ച് തന്നെ ഉണ്ട്. അപ്പോൾ അവൻ ആരാണ് എന്നും എന്തൊക്കെ എവിടെയാണ് പഠിക്കുന്നതൊക്കെ അവൻ തന്നെ പറഞ്ഞുതരും. അപ്പോൾ ആ എക്സ്പെരിമെന്റൽ ബാച്ച് എന്നൊക്കെ പറയപ്പെടുന്ന ബാച്ചിലൂടെ വന്ന ഒരു വിദ്യാർത്ഥിയാണ്. റിസൾട്ട് ഫുൾ A+ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഫുൾ A+ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ് അവൻ ഉപയോഗിച്ച ട്രിക്കുകൾ, എങ്ങനെയൊക്കെയായിരുന്നു പഠിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. മൈക്ക് ഇവിടുന്ന് വോയിസ് കേൾക്കായിരിക്കും. സോ മക്കളെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏരിയ എവിടെ വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ കയറി വന്ന മക്കളാണ്. സോ അതുകൊണ്ട് തന്നെ അടുത്ത ബാച്ച് ആയിട്ടുള്ള നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു അക്കാദമിക് ഇയറിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. അത് ഇവൻ തന്നെ ഒന്ന് ഡീറ്റെയിൽ പറഞ്ഞോട്ടെ അല്ലേ, എന്റെ പേരും കാര്യം. ഹലോ, ഞാൻ ഷെയാൻ സൽമാൻ, കോഴിക്കോട്ടിലെ കുറ്റിക്കാട്ട് സ്കൂളിലെ ഒരു സ്റ്റുഡൻ്റാണ്. ഞാൻ ഈ വെക്കേഷൻ 9-10 വെക്കേഷൻ ടൈമിന് തുടങ്ങിയ അസ്ത്ര ഫസ്റ്റ് ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ജോയിൻ ചെയ്തതിന് ശേഷം നഷ്ടങ്ങളാണോ ഇനി അല്ലെങ്കിൽ ലാഭങ്ങളാണോ ഉണ്ടായത്? ലാഭങ്ങൾ തന്നെ. ലാഭങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു പഠന രീതി? അസ്ത്ര ബാച്ചിലെ ടീച്ചേഴ്സൊക്കെ എങ്ങനെയാണ് പഠിക്കുന്ന സമയം ഒക്കെ എങ്ങനെയായിരുന്നു? എല്ലാവരും അസ്ത്ര ബാച്ചിൽ ഇങ്ങനെ സൈലത്തിൽ തന്നെ കാണുമ്പോൾ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ട്രെസ്സും ഐറ്റാലും ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഒരു എന്റർടൈൻമെന്റ് പോലെ തന്നെ കണ്ടു പഠിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും ടഫായിട്ട് എക്സാമുകളിൽ ഫീൽ ചെയ്തായിരുന്നു എക്സാം ഈ നമ്മുടെ കഴിഞ്ഞ 10 എക്സാമുകളിൽ ഏത് സബ്ജക്ട്? SSLC എനിക്ക് പൊതുവെ ലാംഗ്വേജ് ആണ് കുറച്ച് വീക്ക്. അതായത് ലാംഗ്വേജിൽ ഞാൻ എഴുതിയിട്ടുണ്ടാകും, പക്ഷേ മാത്സ് ഒക്കെ എഴുതിയാൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, അത് എനിക്ക് മാർക്ക് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷേ ലാംഗ്വേജ് ഒക്കെ ആകുമ്പോൾ അത് ഓരോ മലയാളം മീഡിയം ആണോ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു മോൻ പഠിച്ചിരുന്നത്? ഇംഗ്ലീഷ് മീഡിയം. അപ്പൊ ഇംഗ്ലീഷ് മീഡിയക്കാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് എന്ത്? ലാംഗ്വേജിൽ വരുന്ന ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. അത് ഭയങ്കരമായിട്ട് ഫേസ് ചെയ്ത് അതിനെങ്ങനെയാ ഓവർകം ചെയ്തേ മോനെ? ഞാൻ ഈ ലാംഗ്വേജ് ഒക്കെ ബുക്കൊക്കെ ഒരുപാട് വായിക്കാൻ തുടങ്ങി. അതായത് ബുക്കിൽ ഓരോ പോസും ഒക്കെ വായിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് വീക്കായിട്ടുള്ള ഏരിയയിലേക്ക് തന്നെ കുറച്ചുകൂടി ഒരു ഫോക്കസ് കൊടുത്ത് അങ്ങനെ തന്നെ ഓവർകം ചെയ്തു. സൈലത്തിന്റെ ക്ലാസ്സുകൾ ലൈവായിട്ടാണോ കേൾക്കുന്നത് അല്ലെങ്കിൽ ലൈവൊക്കെ കഴിഞ്ഞതിന് ശേഷമാണോ കേൾക്കാറുള്ളത്? പൊതുവെ അധികവും ലൈവാണ്. പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോട്ടൊക്കെ എഴുതാൻ വേണ്ടി ഇടയ്ക്ക് സ്റ്റോപ്പാക്കി ആക്കുമ്പോൾ ലൈവ് കഴിയും മിക്കവാറും. പക്ഷേ കുറച്ചെങ്കിലും ഓരോ ക്ലാസ്സിലും ലൈവായിരിക്കും കാണുക. പിന്നെ ആ സമയത്ത് എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ ലൈവ് അല്ലാതെ പിന്നെ റെക്കോർഡും കാണാം. ഓൺ എക്സാമിനൊക്കെ എങ്ങനെയായിരുന്നു മാർക്കൊക്കെ ഉണ്ടായിരുന്നത്? ഓൺ എക്സാമിന്റെ ഒക്കെ മാർക്ക് എന്തായിരുന്നു? ഓണം ക്രിസ്മസ് എക്സാമിനൊക്കെ? ഓണം എക്സാമിന് സത്യം പറഞ്ഞാൽ ഓണം എക്സാമിൻ്റെ എക്സാമിൻ്റെ ടൈമിന് എനിക്ക് തലവേദനയും പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എക്സാം എഴുതി, എന്തായാലും ഓൺ എക്സാം അല്ലേ പോട്ടെ, ഞാൻ അങ്ങനെ സൈലൊക്കെ കണ്ടിട്ട് എക്സാം എഴുതി. പക്ഷെ റിസൾട്ട് വന്ന ടൈമിന് ഞാൻ ഷോക്കായിപ്പോയി. കാരണം നല്ല മാർക്ക് അറിയാതെ നല്ല മാർക്ക് കിട്ടിപ്പോയി. ചിലര് ഞാനൊന്നും പഠിച്ചിട്ടില്ല പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോ ഭയങ്കരമായിട്ട് മാർക്ക്. അസ്ത്ര ബാച്ചിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്ടർ എന്താണ്? ഒരുപാട് ഫാക്ടർ ഉണ്ട്. ടീച്ചേഴ്സ് ഉണ്ട്, നമ്മളെ എടുക്കുന്ന ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, മൈൻഡ് മാപ്പ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, വർക്ക്ഷീറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അസ്ത്ര ബാച്ചിലുണ്ട്. അതിൽ ഇഷ്ടപ്പെട്ട ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട കാരണം എനിക്ക് നല്ല യൂസ് ആയത് ഇൻസ്റ്റാല് മൈൻഡ് മാപ്പ് എന്ന് പറയണേ നല്ല യൂസ് ചെയ്യുന്നു. പിന്നെ ഈ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ടല്ലോ, ലൈവായിട്ട് തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ ഈ പോൾ അറ്റാക്ക് അതൊക്കെ നല്ല എന്റർടൈൻമെന്റ് ആയിട്ട് പഠിക്കുന്നതിൽ ബോർ അടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ സമയമല്ലേ, നമ്മുടെ കുറേ ഫംഗ്ഷൻസുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്കൂളിലെ സമയമായിട്ട് ക്ലാഷ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഇല്ല. എങ്ങനെയാണ് ഓവർകം ചെയ്തത്? ഐ മീൻ സ്കൂളിലെ സമയവും അതേപോലെ ഇതൊക്കെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തത്? ഒന്നാമത് ഇത് എന്തായാലും റെക്കോർഡഡ് ആയിട്ട് കാണാം. പിന്നെ
അതിപ്പോൾ എവിടെയും ഇത് പോർട്ടബിൾ ആണല്ലോ, നമുക്കിപ്പോൾ ഫോൺ ഉണ്ടെങ്കിൽ എവിടെ നിന്നും കാണാമല്ലോ. ഫംഗ്ഷനും ഞാൻ അങ്ങനെ കുറേ ഫംഗ്ഷനിലൊക്കെ പോയിട്ട് ഫംഗ്ഷൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ കണ്ടു പഠിക്കാനുള്ള തൊരാന്നൊക്കെ പറയാറ്. അങ്ങനെ കാണുന്ന സമയത്ത് ബാക്കിയുള്ളവർ ആലോചിക്കുന്ന സമയം ഞാനിങ്ങനെ ആലോചിച്ചത്, നമ്മൾ സൈഡിൽ നിന്ന് കാണുമ്പോൾ നല്ല കുട്ടി കേട്ടോ, നന്നായിട്ട് 10ാം ക്ലാസ്സിലായിട്ട് നീയാണ് റെസ്പോൺസിബിലിറ്റി. ദെൻ അതുപോലെ തന്നെ മോനെ ഏറ്റവും ഞാൻ പറഞ്ഞു സബ്ജക്റ്റുകളിൽ എന്താണ് ലാംഗ്വേജുകളാണ് ഏറ്റവും ടഫായിട്ട് വന്നതെന്ന് മോൻ പറഞ്ഞു. മാത്സിനെ കുറിച്ചൊക്കെ എന്തായിരുന്നു അവസ്ഥ? മാത്സ്, സോഷ്യല്, കാരണം എന്തൊക്കെയാണ് നമുക്ക് ടഫ് വന്ന സാധനം. മാത്സ് എനിക്ക് എന്തായാലും പറയാനുണ്ട്. കാരണം ഇത് 10ാം ക്ലാസ് മാത്രമല്ല, 8ാം ക്ലാസ് തൊട്ടിട്ട് സ്വയം വെക്കാൻ തോന്നുന്നു. സത്യം തന്നെയാണ്, സത്യം തന്നെയാണ്. അവനവന് തോന്നുന്നു സത്യസന്ധമായിട്ട് പറയാം എന്താണ്. 8ാം ക്ലാസ് തൊട്ടിട്ട് എനിക്ക് ഈ 8ാം ക്ലാസ്സിനൊക്കെ 80 കഴിഞ്ഞല്ലേ മാത്സിന് 40. ആ 8ാം ക്ലാസ് എൻ്റെ ഒരു ഓർമ്മ വരികയാണ്. 8ാം ക്ലാസ് തൊട്ട് ഓൺ എക്സാം, ക്രിസ്മസ് എക്സാം, അതിനൊക്കെ ബാക്കി സബ്ജക്റ്റിൻ്റെ ഞാൻ പറയില്ല, പക്ഷെ മാത്സിൽ എനിക്ക് ഫുൾ ഉണ്ടായിന്. ഈ 9ാം ക്ലാസ്സിന്റെ ലാസ്റ്റ് ഘട്ടം മാത്സിൽ 75 അങ്ങനെ എന്തോ ആയിപ്പോയി. 5, 75, 76, 77. 10ാം ക്ലാസ്സിലേക്ക് എങ്ങനെ ഉണ്ടായി? 10ാം ക്ലാസ്സിലെ മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? പഠിക്കാനും മാർക്ക് വാങ്ങാനും ഒക്കെ മൊത്തത്തിൽ 10ാം ക്ലാസ് സിമ്പിൾ ആയിരുന്നു. ടെക്സ്റ്റ് ബുക്ക് അതിനെ ബാധിച്ചോ? ഇല്ല, മാത്സിന്റെ ഇവർക്ക് പുതിയതാണല്ലോ എപ്പോഴും ഉണ്ടാവാറുള്ളത്, ഓർക്ക് ബാധിച്ചോന്ന് അറിയാം. അല്ല, ഈ പ്രീവിയസ് ഒന്നുണ്ടാവില്ല. മാത്സ് എനിക്ക് വലിയ കുഴപ്പമായി, സൈലം കണ്ടുകൊണ്ടും വലിയ കുഴപ്പമായിട്ട് തോന്നില്ല. കാരണം മാത്സ് എനിക്ക് അങ്ങനെ ബോറടിക്കില്ല. എനിക്ക് എന്താണ് ഈ സൈലത്തിലെ ഒന്നും അങ്ങനെ ബോറടിക്കില്ല, പക്ഷെ മാത്സ് ഒരു സാറ് എപ്പോഴും പറയണ പോലെ ഇങ്ങനെ ഇത് കിട്ടുമ്പോ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചാല് മോന്റെ പ്ലാൻ എന്താ ഫ്യൂച്ചറിലേക്ക്? ഇനി ഒരു മാത്സിന്റെ രീതിയിലേക്ക് പോകാൻ തോന്നുന്നു? ഓ, മാത്സ് സയൻസില് മറ്റേ കമ്പ്യൂട്ടർ സയൻസ് മാത്സ് ഉള്ള. കാരണം എനിക്ക് എന്താ വെച്ചാ ബയോളജി എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ ബൈഹാർട്ട് ചെയ്യണ ഒരു ടൈപ്പ് അല്ല. എനിക്കിങ്ങനെ ലോജിക്കലായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. വർക്ക്ഔട്ട് ചെയ്യുന്ന കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ. ഇനി വരുന്നൊരു 10ാം ക്ലാസ്സിലേക്ക് എത്തിയ ഒരു കുട്ടിനോട് എന്താണ് മോന് പറയാനുള്ളത്? സ്റ്റാർട്ടിങ് മുതലേ പഠിക്കണോ, ഇനി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ പഠിച്ചാൽ മതിയോ, എന്താണ്? സ്റ്റാർട്ടിങ് മുതലേ പഠിക്കുമ്പോൾ അത് ഫൈനലിലേക്കുള്ള ഒരു പ്രഷർ കുറയും. സ്റ്റാർട്ടിങ് മുതലേ പഠിക്കണതിനാണ് നല്ലത്. ഞാനും അങ്ങനെ പഠിച്ചു. ഞാൻ ഇടക്ക് ക്രിസ്മസ് എക്സാമിന് കേട്ടോ ഇങ്ങനെ ഡിലേ ആയി പോയിനി. സൈലൊക്കെ ഒന്നിങ്ങനെ റീസൺ എന്തുകൊണ്ടാണ് ഡിലേ ആയത്? മടിയാണോ, ഇനി അല്ലെങ്കിൽ സ്കൂളത്തെ പ്രോഗ്രാമുകളാണോ, ഇനി അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ആണോ, ഇനിയിപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളാണോ? ഒന്ന് സ്കൂൾ ഞാൻ അങ്ങനെ കുറെ കലോത്സവത്തിനൊക്കെ പോയിനി. പിന്നെ ഇങ്ങനെ കുറെ ക്ലാസ് കാണാൻ ഇങ്ങനെ കുറെ ഉണ്ടാകുമ്പോ ഒരു നമുക്ക് ഒരുപാട് ബാക്കി വെക്കുന്ന സമയത്ത് അല്ല, ഓൺ എക്സാം ആകുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ഫസ്റ്റത്തെ പരീക്ഷ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. അത് കഴിഞ്ഞ് ക്രിസ്മസ് എക്സാമിന് എന്ത് ചെയ്തു? കുഴപ്പമില്ല, ഒന്നിനെ ബാക്കിലേക്ക് പ്രോഗ്രാംസുകളൊക്കെ നടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബോധം വരുന്ന ഒരു സമയം എന്ന് പറയുന്നത്. സോ ആ ഒരു സമയത്ത് മോഡൽ എക്സാമിന്റെ സമയം എന്തായിരുന്നു അവസ്ഥ? മോഡൽ എക്സാമിനും ചെറിയൊരു പേടി ഉണ്ടേനി. കാരണം ഇത് അടുത്തെത്തിയല്ലോ, ഫൈനൽ എക്സാം അടുത്തെത്തിയല്ലോ. അങ്ങനെ അതിങ്ങനെ 10ാം ക്ലാസ് തുടങ്ങുമ്പോഴേ ഫൈസൽ സാർ ഒരു വീഡിയോ ഇട്ട് പേടിപ്പിച്ച ഓർമ്മയുണ്ട്. ഫൈസൽ സാർ പറഞ്ഞത്, ഫൈസൽ സാർ ഇങ്ങനെ പറഞ്ഞുതരാം, മക്കളെ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഈ പ്രാവശ്യത്തെ എക്സാമും ക്ലാസ്സൊക്കെ മൊത്തം ടഫാക്കിയാണ്, നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങളെ ഞങ്ങൾ കൊല്ലം കൊണ്ടുപോകുന്ന പോലെ. ഇവര് ഞാൻ പണ്ട് ട്യൂഷനൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു പറഞ്ഞ വാക്കാം, നമ്മൾ ഈ മോഡൽ എക്സാമിന്റെ ഒക്കെ സമയത്താണല്ലോ നൈറ്റ് ക്യാമ്പുകൾക്ക് പോവാ. അപ്പോൾ പല സ്കൂളുകളിലുണ്ടാവാം. ഈ നൈറ്റ് ക്യാമ്പിന് പോകുമ്പോൾ അവിടുന്ന് പറയുന്ന സാധനമാണ്, നമ്മൾ പറയും മക്കളെ പരീക്ഷ എങ്ങനെയാണ് ഉണ്ടാവുക, അത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്. സോഷ്യലിലാണ് അന്ന് 21 ചാപ്റ്ററാണ്, ഇപ്പൊ 17 ചാപ്റ്ററുകളാക്കി. ഇത് പറയുമ്പോ ഒരു ചില കുട്ടികളാണ് ഇതൊക്കെ ആദ്യം വന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ സൈലത്ത് കയറി മുതൽ എന്റെ പ്ലാൻ ഇതാണ്, ആദ്യമേ പറഞ്ഞുതരും ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവും, ഇത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ലാസ്റ്റ് എന്ത് പറയരുത്, വിളിച്ചു പറയരുത്, ഇതൊക്കെ ആദ്യം പറഞ്ഞോളെ. അത് പറഞ്ഞിട്ട് എന്താണ് അതൊരു ഉപകാരപ്പെടുന്നുണ്ട്, അത് സന്തോഷം. ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കുട്ടികളോടോ ഞങ്ങളോടോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? അപ്പൊ വീട്ടിൽ നിന്ന് പ്രഷറുകൾ ഉണ്ടാകും. അതായത് നമുക്ക് SLC പ്രഷർ പല തരത്തിലുണ്ടാവും. വീട്ടിൽ നിന്നുണ്ടാവാം, കുട്ടി നമ്മളെ അയൽവാസികളുടെ അടുത്ത് നിന്നുണ്ടാവാം, നാട്ടുകാരുടെ അടുത്ത് നിന്നുണ്ടാവാം, ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നുണ്ടാവാം, ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്നുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും പ്രഷർ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെങ്ങനെ ഓവർകം ചെയ്തു? അല്ല, എനിക്കിങ്ങനെ അത്ര വന്നില്ല. വീട്ടില് എനിക്കങ്ങനെ വീട്ടുകാർക്ക് ഒരു വിശ്വാസമാണ് ഞാനങ്ങനെ ഇവിടെ ഉണ്ടായത് കൊണ്ടാണോ അങ്ങനെ പറയുന്നത്? അതങ്ങനൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടായിരിക്കും. അങ്ങനെയാണോ? അല്ല, എനിക്ക് അങ്ങനെ പ്രഷർ ഒന്നുമില്ല. ഓർക്ക് വിശ്വാസമാണ് ഞാൻ അങ്ങനെ, എനിക്ക് പ്രഷർ ആവശ്യമില്ല, ഞാൻ അങ്ങനെ ചെയ്തോളും. കാരണം എനിക്ക് അങ്ങനെ 10ാം ക്ലാസ്സിന്റെ ഇമ്പോർട്ടൻസ് അറിയാന്നാണ് വീട്ടുകാരെ. പിന്നെ എനിക്ക് റിലേറ്റീവ്സിന്റെ അടുത്തൊന്നും അങ്ങനെ കുറച്ചൊക്കെ 10ാം ക്ലാസ്സിലല്ലേ ഒന്നുമില്ല. പിന്നെ ടീച്ചർമാരുടെ അടുത്തൊന്നും മിസ്സുമാരിങ്ങനെ പറയുന്നുണ്ട് പഠിക്കണം, പക്ഷെ വലിയ
അതായത് തീരെ പഠിക്കാത്തവരോട് പറയണം, അതുപോലെയല്ല. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് സേഫ് ആയിണ്ടോ? സമാധാനത്തിന് പരീക്ഷ എഴുതി എന്തായാലും കുട്ടിയാണ് എന്തായാലും ഫുൾ എ പ്ലസ് കിട്ടട്ടെ. അതെ. നമ്മുടെ എക്സലൻസ് അവാർഡിലൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് കാണാൻ പറ്റട്ടെ അല്ലേ? പിന്നെ ഈ സോഷ്യലിനെ കുറിച്ചൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാൻ അങ്ങനെ നോട്ട് ചെയ്തില്ല സോഷ്യൽ സയൻസിനൊന്നും. മിസ്സുമാർ ഫസ്റ്റ് ടൈമിനൊക്കെ പുതിയ മിസ്സുമാരായിനി 10ാം ക്ലാസ് സോഷ്യലിന് സ്കൂളിൽ. അപ്പോൾ ഒരു ഫസ്റ്റ് ടൈമിനൊക്കെ നോട്ട് ചെയ്താത്തതിന് ഇങ്ങനെ ചീത്തൊക്കെ പറയലുണ്ടായിനി. പിന്നെ ഞാൻ ഓൺ എക്സാമിന് എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിനി. എൻ്റെ ഓർമ്മ ശരിയാണ് 26 മാർക്കൊക്കെ ഉണ്ടായിനി. 76 മാർക്ക് ഉണ്ടായിനി. അപ്പോൾ മിസ്സ് അപ്പോഴും ഞാൻ നോട്ടൊന്നും ചെയ്തില്ലല്ലോ. അപ്പൊ മിസ്സിനെ വണ്ടടിച്ചുണ്ടാവും അല്ലേ? ഇവൻ നോട്ടൊന്നും ചെയ്താൽ എങ്ങനെ ഇത്ര മാർക്ക് ആരോടും പറയാൻ. എന്നാലും വളരെയധികം സന്തോഷം. നാല് പൈനപ്പിയല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത്രേ ഉള്ളൂ സംഭവം. ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയാലും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ മാറിയാലും അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്തിട്ട് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന കുട്ടിക്ക് A+ഉം ഫുൾ മാർക്കുകളൊക്കെ നമ്മൾ ഗ്യാരണ്ടി പറയുകയാണ്. നമ്മൾ പറയുന്ന രീതിയിൽ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ട് പോവുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എഫേർട്ടാണ് ഏറ്റവും പ്രൈമറി ആയിട്ട് വേണ്ടത്. നമ്മൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ തന്നിട്ട് കാര്യമില്ല, അത് നിങ്ങൾ ഉപയോഗിക്കുക എന്നത് മാത്രമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഇനിയും ഒരുപാട് സൽമാൻ അല്ലേ, ഷാൻ സൽമാൻ, ഒരുപാട് ഷാൻ സൽമാനുകൾ ഉണ്ടാവട്ടെ, ഒരുപാട് മാളവികമാരുണ്ടാവട്ടെ. അങ്ങനെ എല്ലാവർക്കും വിഷു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്.